ഹായ് ഓൾ അസ്സലാമു അലൈക്കും. ജുനീശ്വരി വീട്ടിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, ഇപ്പം സമയം രാത്രി 12 മണി ഗൈസ്. അപ്പം 12 മണിക്ക് ഞങ്ങൾ എങ്ങോട്ടാ മാറ്റിയിരുന്നത്? നമ്മൾ എങ്ങോട്ടാ പോണത്? ടൂർക്കോ? എങ്ങോട്ടാ ടൂർ പോണേ? എങ്ങോട്ടാണ്? ഊട്ടിക്കോ? അപ്പം ഗായ്സ്, ഞങ്ങൾ ഒരു ചെറിയ യാത്ര പോവാണ്. അപ്പം എങ്ങോട്ടാന്ന് വെച്ചാൽ എൻ്റെ വലിയ അനിയൻ്റെ അടുത്തേക്ക് ഞങ്ങൾ പോവാണ്. അപ്പം ഇൻഷാല്ലാ നമ്മളെ ഇന്നത്തെ വീഡിയോ നമ്മുടെ യാത്രയാണ് കേട്ടോ ഉണ്ടാവുക. അങ്ങനെ ഗൈസ്, ഞങ്ങളുടെ ലഗേജൊക്കെ റെഡി ആക്കിയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ വണ്ടിയിൽ കയറ്റാൻ വേണ്ടിയിട്ട് പോകട്ടെ. അപ്പോൾ ഒത്തിരി ആളുകളുണ്ട്. ആരൊക്കെയാന്ന് വെച്ചാൽ അമ്മായികളും അതുപോലെ തന്നെ അമ്മോനും അങ്ങനെ എല്ലാവരും കൂടി ചേർന്നിട്ടാണ് പോണത്. പിന്നെ അത് അവിടുത്തെ മുതലാളിൻ്റെ വീട്ടിലേക്ക് 2 വീടുണ്ട് കേട്ടോ. മുതലാളിൻ്റെ വീടും മുതലാളിൻ്റെ പെങ്ങളെ വീടും, ആ 2 വീട്ടിലേക്കുള്ള ഉണ്ണിയപ്പം, തേങ്ങ, അലുവ അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. അവർക്ക് അതൊക്കെയാണ് ഇഷ്ടം എന്ന് പറഞ്ഞ്. ഉണക്കമീൻ അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങളുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങളിതാ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയി നിൽക്കുകയാണ് കേട്ടോ. ഓന് എവിടെയെന്ന് വെച്ചാൽ കോയമ്പത്തൂർ മേട്ടുപ്പാളയം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കോയമ്പത്തൂർ കഴിഞ്ഞ് കുറേ പോകാണ്ട് കേട്ടോ മേട്ടുപ്പാളയത്തിലേക്ക്. അപ്പോൾ അവിടെ ഓന് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ഏകദേശം കഴിയാനായി. ഇനി 1 മാസം കൂടി ഉള്ളൂ. അപ്പോൾ കുറേ ആയി പോകണം എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഇപ്പോഴാണ് ഒത്തെട്ടിയത്. അപ്പോൾ പിന്നെ നമ്മളെല്ലാവരും കൂടി പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തതാണ്. അപ്പോൾ ആദ്യം തന്നെ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൻ അമർത്താനായി ഓളം തന്നെ പ്രസ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമ്മളിതുവരെ അമ്മോനെ കാത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അമ്മോനെ ലാൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ യാത്ര തുടങ്ങാൻ പോവാണ്. ഇനി നേരെ അമ്മായിൻ്റെ വീട്ടിൽ കൊണ്ടോട്ടി അമ്മായിൻ്റെ വീട്ടിൽ പോയിട്ടാണ് നമ്മൾ പോകുന്നത്. അവിടുന്ന് അമ്മായിനെ കൂട്ടാണ് കേട്ടോ. അപ്പം ഏതായാലും എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണം. കോഴിക്കുട്ടിയോ ഉണ്ടാക്കിന് ലഗേജ് ടിക്കോർന്നാള് ഒന്നോ മഴപ്പാറ്റിൽ ഒളിക്കല്. അങ്ങനെ ഗൈസ്, ഞങ്ങളിതാ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വണ്ടി നിർത്തിയതായിരുന്നു. നിർത്തിയ സമയത്താണ് ഞങ്ങൾ അറിയുന്നത് ഞങ്ങൾക്ക് 8ൻ്റെ അല്ല 18ൻ്റെ പണി കിട്ടിയിട്ടുണ്ട് എന്നുള്ളത്. ഞങ്ങളെ വണ്ടീൻ്റെ ടയറ് കംപ്ലൈൻ്റ് ആയിട്ടോ. ഞങ്ങൾ 1:30 ആകുമ്പോൾ പാണ്ടിക്കാട് എത്തിയപ്പോഴാണ് കേട്ടോ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയതിലാണ് ഞങ്ങൾ കണ്ടത് ഞങ്ങൾ ടയർ പഞ്ചറായത് കേട്ടോ. അപ്പം നിർത്തുന്നതിൻ്റെ കുറച്ച് നേരം മുമ്പായിരിക്കും ചിലപ്പം നിർത്താൻ വേണ്ടി ഇങ്ങോട്ട് കയറിയപ്പോഴായിരിക്കും പഞ്ചറായിട്ടുണ്ടായിരിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ വണ്ടി പാളി പോവുക, അങ്ങനെ ഒരുപാട് വലിയ ആക്സിഡൻ്റൊക്കെ സംഭവിക്കാൻ സാധ്യത ഉണ്ടായിരുന്നു. എന്തോ ഭാഗ്യത്തിന് നമുക്കൊന്നും പറ്റിയില്ല. നമുക്ക് ആ സമയത്ത് അവിടെ വണ്ടി നിർത്താൻ തോന്നിട്ടോ. ചായ കുടിച്ചിട്ട് ഇനി സ്റ്റാർട്ട് ചെയ്യാമെന്ന് തോന്നിപ്പോയി. ആദ്യമൊന്നും ഒരു ഐഡിയ ഇല്ല ഇനി എന്താ ചെയ്യാന്നുള്ളത്. പിന്നെ ഒരാൾ പറഞ്ഞിട്ട് അതിൻ്റെ അടുത്തുള്ള ഒരു വർക്ക്ഷോപ്പ് വരെ നമ്മൾ വണ്ടി എങ്ങനെയൊക്കെ കൊണ്ടുപോയിട്ടോ. ഇപ്പച്ചും ഇക്കയും കൂടി പോയി വണ്ടി ഒക്കെ സെറ്റാക്കി വരാമെന്ന് പറഞ്ഞിട്ട് ഓര് പോയി. പക്ഷേ ഓര് പോയിട്ട് 1:30 മണിക്ക് പോയിട്ട് ഓര് പിന്നെ വരുന്നത് 5 മണിക്കാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് പുതിയ ടയറൊക്കെ വാങ്ങേണ്ടി വന്നു. പുതിയ ടയർ വാങ്ങി ഫിറ്റ് ചെയ്തു. പിന്നെ പറയാതിരിക്കാൻ വയ്യ, മാഷാഅല്ലാഹ് ഞങ്ങൾ എത്തിപ്പെട്ടതൊരു നല്ല സ്ഥലത്തായിരുന്നു കേട്ടോ. അവിടെ ഞങ്ങളെല്ലാവരും നല്ല സുഖമായിട്ട് ഉറങ്ങി. ഇപ്പച്ചുക്ക് പിന്നെ ആ ഒരു ടെൻഷനിൽ അങ്ങനെ ആയിരുന്നു കേട്ടോ, എന്താകും എങ്ങനെയാവുമെന്ന്. പക്ഷെ അവർ പറയുന്നുണ്ട് വണ്ടി നന്നാക്കി തന്ന ആളെ കുറിച്ചിട്ടിട്ടോ. അയാൾ ആ നേരം 1:30-2 മണി നേരം അയാൾ വന്നു, നന്നാക്കി തന്നു. അയാൾ കുറേ എഫേർട്ട് എടുത്തു മഴത്തൊക്കെ നിന്നിട്ട് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ആൾക്ക് ഒരുപാട് നന്ദിയുണ്ട്. കാരണം ഇവർ ഒരുപാട് ആളുകൾക്ക് ഒരുപാട് വർക്ക്ഷോപ്പിലേക്കൊക്കെ വിളിച്ച സമയത്ത് ഒരു 8 മണിയാവും 9 മണിയാവും എന്നൊക്കെ കേട്ടോ പറഞ്ഞിരുന്നത്. പിന്നെ ഞങ്ങളിതാ പള്ളി തിരഞ്ഞുകൊണ്ട് നടക്കുകയാണ് കേട്ടോ. അപ്പം പള്ളിയൊന്നും വല്ലാണ്ടില്ല. പള്ളികളുണ്ട്, പക്ഷേ ലേഡീസിന് കയറാൻ പറ്റിയ പള്ളികളൊക്കെ ഇവിടെ വളരെ കുറവായിരുന്നു കേട്ടോ. പിന്നെ ഒരു സ്ഥലം കണ്ടപ്പോൾ ഞങ്ങളിത് അവിടെ നിസ്കാരത്തിന് വേണ്ടിയിട്ട് നിർത്തിയതാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ ഇവിടെ നിന്ന് ചായ കുടിക്കുന്നുണ്ട്, ചിപ്സും കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ.
ഞങ്ങൾ പിന്നെ ഗൂഗിൾ അമ്മേൻ്റെ സഹായത്തോട് കൂടിയാണ് കേട്ടോ അങ്ങോട്ട് പോണത്. അനിയൻ ലൊക്കേഷൻ വിട്ടുതന്നിരുന്നു. അപ്പം അതിനനുസരിച്ചിട്ടാണ് ഞങ്ങൾ പോണത്. ഗൂഗിൾ അമ്മ കാണിച്ചിരുന്ന വഴികളൊക്കെ മാഷാഅല്ലാഹ് നല്ല ഭംഗിയുള്ള വഴികളായിരുന്നു കേട്ടോ. മെയിൻ റോഡല്ലായിരുന്നു, ഫുള്ള് ഇങ്ങനെ കാടിൻ്റെ ഉള്ളിലൂടെ അങ്ങനെയുള്ള വൈബായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. നമ്മൾ ശരിക്കും 5 മണി നേരത്തെ വരണേനില്ലേ? ശരിക്കും നമ്മളെ 2 മണി നേരത്തെ ഇവിടെ എത്തണേന്. വണ്ടി കുടുങ്ങിയിനി, അതിന് നല്ല സ്ഥലം കിട്ടിയാ അങ്ങനെ ഗൈസ് ഞങ്ങൾ വീണ്ടും ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയിരിക്കുകയാണ്. ഭയങ്കര തണുപ്പാണ് കേട്ടോ, നല്ല കോട മഞ്ഞൊക്കെയാണ്. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചായ കുടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു രസം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ചായയാണ് ഇന്നത്തെ വൈബ്. അപ്പോൾ ഞങ്ങൾ വീണ്ടും ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ് കേട്ടോ. ഇപ്പം തണുപ്പില്ലല്ലോ, ഇപ്പം തണുപ്പില്ലല്ലോ. രണ്ട് ലൈറ്റ് എന്തിനാ? ഒരു ലൈറ്റ് അതവിടെ പൈസൂര്. അവിടെ മല 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 അതാ നേരെ മേലെ കാറ്റാടി കയ്യാണെങ്കിൽ പോയിക്കോളൂ. കാറ്റാടി പോയോ? അതിനുള്ളിൽ പറ്റി ഇവിടെ ഇറങ്ങിക്കോ. അവിടെ ചേച്ചിയില്ല, ഇവിടൊക്കെ വണ്ടി വരും. പറിച്ചോ. അവിടെ ചീച്ചി ലച്ചു കാൽമ ചീച്ചി. നെച്ചു കാൽമ ചീച്ചാക്കിയാൻ എടുക്കൂലട്ടാ. അജു നോക്കട്ടടാ. അജു അങ്ങനെ ഗൈസ് ഞങ്ങൾ കേരളം വിട്ട് തമിഴ്നാട്ടിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പം നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ കേട്ടോ, നല്ല മരങ്ങൾക്കിടയിലൂടെയുള്ള ഈ റോഡൊക്കെ. അതും അധികം ബ്ലോക്കോ കാര്യമോ വണ്ടികളോ അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ. നമ്മൾ ഒറ്റയ്ക്ക് ഇങ്ങനെ വണ്ടിയായിട്ട് പോകുമ്പം ഭയങ്കര ഒരു രസമായിരുന്നു. ഇവിടേക്ക് വന്ന അന്ന് മുതൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ, ഇവിടെ വരണം, ഇവിടെ കാണണം,
അങ്ങനെയൊക്കെ. അപ്പം ഒരുപാട് മാസങ്ങളത്തെ ആഗ്രഹങ്ങൾക്ക് ശേഷം ഒരുപാട് മണിക്കൂറിലെ ഓട്ടങ്ങൾക്ക് ശേഷം ഫൈനലി നമ്മൾ ഓന് നിൽക്കുന്ന ഒരു ഏരിയയിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പം ഓന് ഞങ്ങളിവിടെ വെച്ചിട്ട് കണ്ടിട്ടുണ്ട് മാഷാ അല്ലാ. അപ്പം ഒരുപാട് ആഗ്രഹിച്ച് വന്നതാണ് കേട്ടോ. ഇങ്ങോട്ട് കുറേ ആയി വരണം വിചാരിക്കണം. അപ്പം അങ്ങനെ വന്നതാണ് ഇൻഷാ അല്ലാ. ഇവിടെ എത്തിയതിന് ശേഷമുള്ള വീഡിയോസൊക്കെ ആയിട്ട് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. അങ്ങനെ ഫൈനലി ഞങ്ങൾ അവനെ കണ്ടുമുട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാ ഇവിടുത്തെ ശേഷമുള്ള വീഡിയോസൊക്കെ നാളെ ആയിരിക്കും. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്നു കരുതുന്നു. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.